അനുഭവങ്ങൾ അത് അധികാരത്തിൻ്റെ വഴി അനീതിയുടെയും എന്ന പുസ്തകം രചിച്ച പ്രിയപ്പെട്ട CA ഹേമചന്ദ്രൻ IPS, ഈ പുസ്തകം ഏറ്റുവാങ്ങിയ നീതി നിഷേധിക്കപ്പെട്ട നമ്മുടെ നാട്ടുകാരിയായ ശ്രീമതി മഞ്ജു, ബിന്ദു, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പുസ്തകം ശ്രീമതി ബിന്ദുവിന് നൽകിക്കൊണ്ട് ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഇവിടെ നിൽക്കുന്നത്. ശ്രീ ഹേമചന്ദ്രൻ IPS കേരള പോലീസിലെ ഏറ്റവും റോൾ മോഡലായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. വിനയം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ടും സർവീസ് കാലത്ത് മുഴുവൻ പ്രവർത്തിച്ച ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അദ്ദേഹത്തിനെ പ്രത്യേകിച്ച് കേരളത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ സർവീസ്, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ, ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അന്ന് ഇൻ്റലിജൻസിൻ്റെ മേധാവിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ചുമതല നൽകിയത്. ആ 2.5 വർഷക്കാലം ഏറ്റവും ഭംഗിയായി ആഭ്യന്തര വകുപ്പ് എനിക്ക് നയിക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ ശ്രീ ഹേമചന്ദ്രൻ്റെ ബുദ്ധിയും ശക്തിയും കാഴ്ചപ്പാടും നിലപാടുകളും ഉണ്ടായിരുന്നു എന്നത് വളരെ സത്യസന്ധമായി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനം ഞാൻ സ്വയം പലപ്പോഴും വിലയിരുത്താറുണ്ട്. പോലീസ് എപ്പോഴും വിമർശനത്തിന് വിധേയമാകുന്ന ഒരു മേഖലയാണ്. പോലീസിന് കൂടുതൽ കല്ലേറാണ് ലഭിക്കുന്നത്, പൂച്ചെണ്ടുകൾ വളരെ കുറവാണ്. പക്ഷേ ആ ജോലി ഭംഗിയായി ചെയ്യാൻ മന്ത്രി എന്ന നിലയിൽ എന്നെ സഹായിക്കുകയും പോലീസ് സേനയെ ആ നിലയിൽ രൂപപ്പെടുത്തുവാനും അദ്ദേഹത്തിന് ഇൻ്റലിജൻസിൻ്റെ മേധാവി എന്ന നിലയിൽ, ADGP ഇൻ്റലിജൻസ് എന്ന നിലയിൽ അദ്ദേഹത്തിന് സേവനം ഉണ്ടായിരുന്നു എന്നത് ഞാനിവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുക. ആ കാലത്ത് പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിവാദങ്ങളും ആ 2.5 വർഷക്കാലം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അതേസമയം തന്നെ കേരള പോലീസ് വളരെയേറെ നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കാനും ജനസമ്മതി നേടാനും കഴിഞ്ഞ ഒരു കാലഘട്ടമായത്. ഓപ്പറേഷൻ കുബേര പോലെയുള്ള, ഓപ്പറേഷൻ സുരക്ഷ പോലെയുള്ള ജനോപകാരപ്രദമായ നടപടികളിലൂടെ പോലീസിനെ ജനപ്രിയമാക്കാൻ സഹായിച്ച ഒരു വ്യക്തി ശ്രീ ഹേമേന്ദ്രൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണയും ഞാൻ ആഭ്യന്തരമന്ത്രിയായി ചാർജെടുത്ത് പിറ്റേ ദിവസം അദ്ദേഹത്തെ ഫോൺ ചെയ്ത് അദ്ദേഹത്തോട് വരണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം പോലീസിൻ്റെ അഡ്വൈസറായി അദ്ദേഹത്തെ നിയമിക്കാനുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞത്, എനിക്ക് 1 രൂപ പോലും ശമ്പളം ആവശ്യമില്ല, എനിക്ക് പ്രത്യേക ഓഫീസ് ആവശ്യമില്ല, മറ്റൊരു പാലഫലന്യാസവും എനിക്ക് ആവശ്യമില്ല എന്നാണ് എന്നോട്. സാധാരണഗതിയിൽ ആരും അങ്ങനെ പറയാറില്ല. റിട്ടയർ ചെയ്താലും ഏതെങ്കിലും സ്ഥാനങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരാളും അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായി എൻ്റെ പൊതുജീവിതത്തിൽ എനിക്ക് അനുഭവമില്ല. അതാണ് ശ്രീ ഹേമചന്ദ്രൻ. 1 രൂപ പോലും വാങ്ങിക്കാതെ, മറ്റൊരു ആനുകൂല്യവും പറ്റാതെ, മറ്റൊരു ഓഫീസ് ഫെസിലിറ്റീസും ഇല്ലാതെ എന്നോടൊപ്പം സഹകരിക്കാൻ അദ്ദേഹം തയ്യാറായി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ് കാണിക്കുന്നത്. കേരള പോലീസിനോടുള്ള, ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. അതിന് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കും. ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരു പ്രത്യേകത,
നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളോട് പറയാം, അതാണ് ആവശ്യം. മന്ത്രിയോടാരും അനിഷ്ടം പറയാറില്ല. മന്ത്രി പറയുന്നതെല്ലാം ശരിയാന്ന് പറയും. അതാണ് പൊതുവെ. എല്ലാ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയാണെന്ന് ഞാൻ പറയാറില്ല. പൊതുവെ അങ്ങനെയാണ്. പൊതുവെ എല്ലാവരും നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതെന്ന് പറയും. എസ് ഹേമേന്ദ്രൻ വിനയത്തോട് സാർ അത് ചെയ്തത് അത്ര ശരിയായില്ല എന്ന് വളരെ പൊളൈറ്റായിട്ട്, എന്നാൽ അത് കാർക്കശ്യത്തോട് നമ്മളോട് പറയാറുണ്ട്. അത് നമുക്ക് നല്ലതാണ്. കാരണം നമ്മളൊരു കാര്യം, ഇപ്പം നമ്മളെല്ലാം സർവജ്ഞപീഠം കയറിയ ആളുകളൊന്നും അല്ലല്ലോ. നമുക്ക് തെറ്റുകളുണ്ടാകും, കുറ്റങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ പുറമെ നിന്ന് നോക്കുമ്പോൾ സല്യൂട്ടുണ്ട്, പോലീസുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏത് രാത്രിയിലും പോലീസുകാർ ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഏത് രാത്രിയിലും പോലീസ് മന്ത്രിയും ഉറങ്ങാതിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാത്രിയിൽ ഫോൺ ഓഫ് ചെയ്യാതെ കാത്തിരിക്കുന്നതാണ് പലപ്പോഴും. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഒത്തിരി ഗുണമുണ്ടായിട്ടുണ്ട്. ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് ഞാനും ഒരു സ്റ്റോറി എഴുതുന്ന കാലത്ത് എഴുതാം. ഒരിക്കൽ അർദ്ധരാത്രിയിൽ ഞാൻ ഡൽഹിയിലൊരു ഫോൺ ഓഫ് ചെയ്യാതിരുന്നപ്പോൾ വളരെ എറണാകുളത്ത് സ്ഫോടനാത്മകമായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സംഭവം ഉണ്ടായത് ഞാനിപ്പോഴും ഓർക്കുക. ഞാനന്ന് ഫോൺ ഓഫ് ചെയ്തിരുന്നെങ്കിൽ ആ സംഭവം മറ്റൊന്നാകുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ രാത്രി കേരളത്തിലെ പോലീസുകാർ 24/7 പ്രവർത്തിക്കുന്നവരാണ്. വാസ്തവത്തിൽ പോലീസുകാരെ വിമർശിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നു എന്ത് കഷ്ടമാണ്. മറ്റൊരു സർവീസിലും ആളുകൾ ഇതുപോലെ ജോലി ചെയ്യാറില്ല. ആരും രാത്രിയും പകലും ജോലി ചെയ്യാറില്ല. 24/7 ആണ്. അവർക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവർക്കും സ്വകാര്യ ജീവിതമുണ്ട്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഡ്യൂട്ടി ചെയ്യാൻ മടി കാണിക്കാത്ത ഒരു വിഭാഗം പോലീസുകാരാണ്. മറ്റ് സർവീസിലുള്ളവർക്ക് രാവിലെ 10 മണിക്ക് വന്നാൽ 5 മണിക്ക് വീട്ടിൽ പോകണം. പക്ഷേ പോലീസുകാർക്ക് അങ്ങനെയല്ല. എപ്പോൾ വിളിച്ചാലും അവർ ഫാളിനാകണം, ജോലി ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം. ജോലി ചെയ്തില്ലെങ്കിൽ പോലീസിൻ്റെ അനാസ്ഥ, ജോലി ചെയ്താൽ പോലീസിൻ്റെ അതിക്രമം. ഇത് രണ്ടും ഒരേപോലെ നേരിടേണ്ടി വരുന്ന ഒരു സേനയാണ് പോലീസ്. അത് പോലീസുകാർക്ക് മാത്രമല്ല മന്ത്രിക്കും അത് ബാധകമാണ്. അപ്പോൾ നമുക്ക് തന്നെയുമല്ല, പോലീസിന്റെ പ്രവർത്തനം കോടതിയുടെ നിരീക്ഷണത്തിലും സ്കൂട്ടണിയിലുമാണ് എപ്പോഴും. പോലീസ് എന്ത് ചെയ്താലും, ഇടുന്ന FIR ആണെങ്കിലും നൽകുന്ന കുറ്റപത്രമാണെങ്കിലും അതെല്ലാം കോടതിയുടെ സ്കൂട്ടണിക്ക് വിധേയമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയും ഭാരതീയ IPC അല്ലേ, BNS ആണെങ്കിലും കോടതി വിധികളാണെങ്കിലും ഇതെല്ലാം ബാധകമാണ്. അപ്പോൾ പോലീസ് പ്രവർത്തിക്കുന്നത് എപ്പോഴും നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിന് സ്കൂട്ടണി ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊണ്ട് വേണം പോലീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവും. കാരണം നിയമം നടപ്പാക്കേണ്ടി വരുമ്പോൾ പക്ഷപാതപരമായ പ്രവർത്തനം പാടില്ല, പ്രയാസപരമാണ്. പക്ഷപാതപരമായി പെരുമാറാൻ പാടില്ല. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ സ്കൂട്ടണി ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ പ്രവർത്തിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരാണ്. അപ്പം അങ്ങനെ പ്രവർത്തിക്കുക എന്ന ഒരു വിഭാഗമാണ് പോലീസ് എന്ന് പറയുന്നത്. കേരള പോലീസ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്ന പോലീസ് സേനയാണ്. ഫലപ്രദമായ കാരണം ഇവിടെ ഒത്തിരി കേസുകൾ ഉണ്ടാകാറുണ്ട്. ചെറിയ സംഭവം ഉണ്ടായാലും ആളുകൾ പോലീസിനെ കേരളത്തിൽ സമീപിക്കും. അതുകൊണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുടെ എണ്ണം കൂടുതലാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും അതുപോലെ ഉണ്ടാകാറില്ല. വളരെ അപൂർവമായി മാത്രമേ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുക്കാറുള്ളൂ. ഇപ്പം അത് മാറ്റമുണ്ട്, പഴയ കാലം അല്പം മാറ്റമുണ്ട്. ഞാനും ശ്രീ ഹേമേന്ദ്രനും കൂടെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഇന്ത്യയിലെ പോലീസ് സേനയിൽ നമ്മൾ മുൻപിലാണ്. പക്ഷേ ലോകോത്തരമായ ഒരു പോലീസ് സേനയായി കേരള പോലീസിനെ എങ്ങനെ മാറ്റാം, അതിനെപ്പറ്റിയാണ് ഇപ്പം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നൊരാൾ എന്നെ കാണാൻ വന്നു ഉച്ചയ്ക്ക് ശേഷം. അതൊക്കെ ഒരു പ്രൊജക്റ്റിനെ ഏൽപ്പിച്ചു. വെർച്വൽ പോലീസ് സ്റ്റേഷൻ. ഒരു വെർച്വൽ പോലീസ് സ്റ്റേഷൻ എങ്ങനെ ഉണ്ടാക്കാം? കാരണം ഇന്ന് നമ്മുടെ IT സാങ്കേതിക വിദ്യയുടെ മേഖലയിലാണ്
നമ്മളെല്ലാവരെയും വ്യാപരിക്കുന്നത്. ഒരു വെർച്വൽ പോലീസ്, അദ്ദേഹം പറയുന്ന വെർച്വൽ പോലീസ് സ്റ്റേഷന് കേന്ദ്രത്തിൻ്റെ സഹായമുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങളത് പരിശോധിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും അഭിപ്രായങ്ങൾ ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു.